പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. തുലാമഴയും വേനൽമഴയും ചതിച്ചു പിടിച്ചു നിൽക്കാനാവാതെ കുരുമുളക് ചെടികൾ. ഏലത്തിന് പിന്നാലെ കുരുമുളക് ചെടികളും കരിഞ്ഞുണങ്ങുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിളവെടുപ്പ് പോലും കഴിയാത്ത ചെടികളാണ് വേനലിന്റെ കാഠിന്യം താങ്ങാനാവാതെ കരിഞ്ഞുണങ്ങിയത്. ഈ നില തുടർന്നാൽ വരും വർഷത്തിൽ ഹൈറേഞ്ചിൽ നിന്ന് കുരുമുളക് കൃഷിയും പടിയിറങ്ങും. കുരുമുളക് കൃഷിക്ക് തിരിച്ചടിയായി കടുത്ത വേനൽ. അന്തരീക്ഷ താപനില ഉയർന്നതോടെ ചെടികൾ വാടിക്കരിയുകയാണ്. വേനൽ തുടർന്നാൽ അടുത്ത സീസണിൽ കുരുമുളക് ഉൽപാദനം ഗണ്യമായി കുറയും. ചൂട് ഉയർന്നതും വേനൽ മഴ കിട്ടാത്തതും മൂലം ഇടുക്കിയിലെ കുരുമുളക് കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മഴ കുറഞ്ഞതോടെ ഡിസംബറിൽ തന്നെ തോട്ടങ്ങളിലെ കുരുമുളക് ചെടികൾ വാടുകയും ഇപ്പോൾ കരിഞ്ഞുണങ്ങുകയുമാണ്. പുലർച്ചെയുണ്ടാകുന്ന ശൈത്യവും തുടർന്നുണ്ടാകുന്ന ചൂടും ചെടികൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കരിഞ്ഞുണങ്ങാൻ കാരണം. പോകുന്നു. കുളങ്ങളും കിണറുകളും കുഴൽക്കിണറുകൾ പോലും വറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പെരിയാറെല്ലാം വറ്റി വരണ്ടു. ഈ സാഹചര്യം വളരെ ഗുരുതരമായ രീതിയിൽ കർഷകരെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ കർഷകരെ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാ വേനലുകളും കർഷകരെ ബാധിക്കുന്നത് പോലെയല്ല ഈ പ്രാവശ്യം. പെട്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നാണ്യം നേടിത്തരുന്ന കുരുമുളക് ചെടി കൂട്ടത്തോടെ ഓരോ തോട്ടങ്ങളായി വാടി കരിഞ്ഞ് പോകുന്നൊരവസ്ഥ. പൊടുന്നനെ ഇന്ന് പച്ചയായി നിൽക്കുന്ന ചെടികൾ നാളെയോ നാളെ കഴിഞ്ഞോ 2-3 ദിവസത്തിനുള്ളിൽ വാടി അത് കരിഞ്ഞുണങ്ങി താഴേക്ക് വീഴുന്നു, തണ്ടുകൾ ഒടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ദൗർലഭ്യം മൂലമാണ് എന്ന് മാത്രം ചിന്തിക്കാൻ കഴിയുന്നില്ല. അന്തരീക്ഷത്തിലുണ്ടാകുന്ന അതികഠിനമായ താപം നമുക്ക് അതിനൊരു വലിയ ഘടകമായി കാണേണ്ടതുണ്ട്. ഏലത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത്, അത് മുഴുവൻ കരിഞ്ഞുണങ്ങി എല്ലാം നശിച്ച് വീണ്ടും മനുഷ്യൻ എരുതിയിൽ നിന്ന് പറചട്ടിയിലേക്കെന്ന് പറയുന്ന പോലെ വീണ്ടും ഒരു കടക്കണിയിലും ആത്മഹത്യാ ഭീഷണിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. തുലാമഴ ചതിക്കുകയും വേനൽ മഴ കിട്ടാതായതോടെ വിവിധയിടങ്ങളിൽ കുരുമുളക് ചെടികൾ കരിഞ്ഞുണങ്ങി. പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്തുമാണ് കർഷകർ വേനലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പലയിടത്തും പടുതാക്കുളങ്ങളും വറ്റി. തൈച്ചെടികൾക്ക് പുതിയിട്ടെങ്കിലും അന്തരീക്ഷത്തിലെ താപനില കാരണം ഉണക്ക് ബാധിക്കുകയാണ്. 20 കിലോയോളം കുരുമുളക് ഉണ്ടായിരുന്ന ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത്. വായ്പ എടുത്താണ് പലരുടെയും കൃഷി പരിപാലനം. കടുത്ത വേനലിൽ നശിക്കുന്നത് കർഷകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. അടുത്ത സീസണിൽ മരുന്നിന് പോലും കുരുമുളകില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. വേനൽക്കാലം കൂടി കടന്നു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഈ വർഷം നേരത്തെ തന്നെ ചൂടിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. പുലർച്ചെ ഉണ്ടാകുന്ന തണുപ്പും തുടർന്നു വരുന്ന വെയിലും സാധാരണ കാർഷിക വിളകൾക്ക് താങ്ങാൻ കഴിയില്ല. കുരുമുളകാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഉണങ്ങാൻ ആരംഭിച്ചിരിക്കുന്നത്. ഏലം ഉണങ്ങിയതിന് തൊട്ടു പിന്നാലെ കുരുമുളകും കൂടി ഉണങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഈ കാർഷിക വിളകളെ സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.